എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്കും ഉണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ. ഞാൻ വലിയ രീതിയിൽ രാവിലെ തന്നെ എണീറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് സ്റ്റോറി ഒക്കെ ഇട്ട് എൻ്റെ കെട്ടിയവനായിട്ടുള്ള കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് നിൽക്കുമ്പോഴാണ് കെട്ടിയവൻ്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചാണ് ഞാനിത് നിൽക്കുന്നത്. ഫെബ്രുവരി 13 രാത്രി ആയപ്പം പുള്ളിക്കാരൻ ഒരു കവറിനകത്ത് ഒരു ചെടിയും എന്തോ ചുമന്ന സാധനമായിട്ട് വന്നു. ഞാനപ്പം ഉറക്കത്തിന് എണീറ്റ് കുറച്ച് താമസിച്ചാണ് വന്നത്. ഉറക്കത്തിന് എനിക്ക് നേരെ പോയി കതവ് തുറന്ന് കൊടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ കാണാം കയ്യിലൊരു കവറിൽ ചുമന്ന എന്തോ സാധനം. ഞാനപ്പോൾ കാണാത്ത രീതി കയറി വാ എന്നും പറഞ്ഞ് പുള്ളിക്കാരനെ അകത്തോട്ട് കയറ്റിയിട്ട് കഥ അടച്ചു. പുള്ളിക്കാരൻ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി അടുക്കള വശത്തോട്ട് ഇറങ്ങി നേരെ ഫിഷ് ടാങ്കിനടുത്തോട്ട് പോയി. ഞാനങ്ങനെ പുറകെ പോകാൻ നിന്നില്ല കേട്ടോ. ഞാനങ്ങനെ വകത്ത് തന്നെ കിടന്നിട്ട് ഞാൻ കിടക്കാൻ നേരത്ത് ഞാനിരുന്ന് ആലോചിക്കുക, ഗിഫ്റ്റ് കൊണ്ടുവന്ന് സർപ്രൈസായിട്ട് ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ വെള്ളത്തിനകത്ത് നിറച്ച് റോസാപ്പൂക്കളിട്ട് എന്നെ കൊണ്ട് സർപ്രൈസ് ആക്കിക്കാനായിരിക്കും അങ്ങോട്ട് പോയത് ചുമന്ന കവറുമായിട്ട് പോയതെന്നും പറഞ്ഞ് ഞാനിരിക്കുന്നു. അങ്ങനെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ പുള്ളിക്കാരൻ എണീക്കുന്നതിന് മുന്നേ ഞാൻ എണീറ്റു. ഞാൻ നേരെ പോയി ടാങ്കിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ വെള്ളത്തിനകത്ത് ചുമന്ന റോസാപ്പൂക്കളൊന്നും കാണുന്നില്ല. ഇവിടെ കൊണ്ട് വെച്ചതാ എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ആലോചിച്ച് ഞാനിങ്ങനെ നിന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തപ്പിയപ്പോൾ കാണാം റോസാപ്പൂ അല്ലായിരുന്നു ഗായ്സ്, അത് ചുമന്ന ചീരയെന്ന് വെച്ചാൽ ചുമന്ന ചീരയാണെങ്കിൽ ഇരിക്കുന്ന ഒരു പായൽ, ഈ ഫിഷ് ടാങ്കിനകത്ത് ഇരുന്നൊരു പായൽ, അതായിരുന്നു. ഞാനത് ചമ്മി നാറിട്ടിരിക്കാത്തോന്നിരുന്നു. പിന്നെ ഒരു ഉച്ചമുക്കാലായപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പൊട്ടിക്കിടന്ന് ചിരിക്കുക. ഞാനാണെങ്കിൽ അങ്ങ് നാണം കെടുകയും ചെയ്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്ത്. ഒന്നും നടന്നില്ല. ഇതാണ് എൻ്റെ വാലന്റൈൻസ് ഡേക്ക് നടന്ന സംഭവം. നിങ്ങൾക്ക് എങ്ങനെയാ? ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ?